ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ലൈഫിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള എന്നാൽ ആരോടും തുറന്നു പറയാൻ പറ്റാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സങ്കടത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒപ്പം ജോലി ചെയ്യുന്നവർക്കിടയിലോ ചിലപ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ ബന്ധുക്കൾക്കിടയിലോ നമ്മളെ എപ്പോഴും വില കുറച്ച് കാണുന്ന ചില ആളുകൾ ഉണ്ടാകാറില്ലേ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവർ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ കളിയാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ മാത്രം പൂർണ്ണമായും അവഗണിക്കുക. ഇതൊക്കെ അവരുടെ സ്വഭാവമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? നമുക്ക് വലിയ ദേഷ്യം വരും, സങ്കടം വരും. ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ അവരോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കളിയാക്കാൻ ഞാൻ എല്ലാവരെയും സഹായിക്കാറില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ എന്നോട് മാത്രം ഇങ്ങനെയെന്ന്? സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. പ്രശ്നം നിങ്ങളുടെ ഭാഗത്തല്ല, അവരുടെ ചിന്താഗതിയിലാണ്. നിങ്ങളെ ബഹുമാനിക്കാത്തവരോട് തല്ലുകൂടാനോ വഴക്കുകൂടാനോ നിന്നാൽ നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ വിലയുമാണ് നഷ്ടപ്പെടുക. അങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കണ്ടെന്നേ. നിങ്ങളുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ വളരെ സ്മാർട്ടായി അവരിൽ നിന്നും അകലം പാലിക്കാമെന്ന് 5 ശക്തമായ വഴികളിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം, കാരണം ഇതിൽ ഓരോ പോയിന്റും നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ സഹായിക്കുന്നതാണ്. നമ്മളെ ഒരാൾ വില കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? തിരിച്ച് അവരോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ മോശക്കാരനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവരോട് തർക്കിക്കാൻ നിൽക്കും. എന്നാൽ ഓർക്കുക, നിങ്ങൾ തിരിച്ച് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം അവിടെ വിജയിക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനും നിങ്ങളുടെ സമാധാനം കളയാനും നിങ്ങളെ പ്രകോപിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? മൗനമാണ്, സൈലൻസ്. ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തിരിച്ചൊരക്ഷരം പോലും പറയാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടെ ആ ശാന്തത അവരെ അസ്വസ്ഥരാക്കും. കാരണം അവർ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ദേഷ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് കാണുമ്പോൾ അവരുടെ ആത്മവിശ്വാസം അവിടെ തകർന്നു പോകും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു ചെളിയിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞെന്ന് വിചാരിക്കുക. ആ ചെളി നമ്മുടെ മേത്ത് തന്നെയാണ് തെറിക്കുക, അല്ലേ? അതുപോലെ മോശം ചിന്താഗതിയുള്ള ആളുകളോട് തർക്കിക്കാൻ നിന്നാൽ നമ്മുടെ മനസ്സാണ് മലിനമാകുക. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ മൗനമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മൗനം പാലിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് കമൻ്റ് ചെയ്യൂ. രണ്ടാമത്തെ വഴി, പലപ്പോഴും ആളുകൾ നമ്മളെ വില കുറച്ച് കാണുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാണ് എന്നതാണ്. അവരെപ്പോൾ ഫോൺ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും. എന്ത് സഹായം ചോദിച്ചാലും സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരോടും യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും എന്നാണ്. എന്നാൽ സത്യത്തിൽ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ്. നമ്മൾ എപ്പോഴും റെഡിയായി നിൽക്കുമ്പോൾ ആളുകൾക്ക് നമ്മുടെ സമയത്തോടും നമ്മളോടുള്ള ബഹുമാനം കുറയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ഓടി നടക്കുന്ന ചിലരെ. ഒടുവിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരൊറ്റ ആൾ കാണത്തില്ല. ഇനി മുതൽ ഈ ശീലം അങ്ങോട്ട് മാറ്റുക. നിങ്ങളുടെ സമയത്തിനും ഒരു വിലയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർ ചോദിക്കുന്ന സഹായങ്ങളോ ആണെങ്കിൽ വളരെ മാന്യമായി, എന്നാൽ ഉറപ്പോടെ ഇല്ല, എനിക്കിപ്പോൾ ഇതിന് സാധിക്കില്ല എന്ന് പറയാൻ പഠിക്കുക. ആദ്യം പറയുമ്പോൾ ചെറിയൊരു വിഷമം തോന്നും, കാരണം നിങ്ങൾക്കത് ശീലമില്ലാത്തതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളല്ലാതാകുമ്പോൾ ആളുകൾ തനിയെ നമ്മുടെ വിലയും സമയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ തുടങ്ങും. മറ്റുള്ളവരോട് നോ പറയുന്നതിലൂടെ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് യെസ് പറയുന്നത്, അത് ഓർക്കുക. മൂന്നാമതായി, ചില സാഹചര്യങ്ങളിൽ നമ്മളെ വിലമതിക്കാത്ത ആളുകൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലാകാം, ബന്ധുക്കളിലോ അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണേണ്ടി വരുന്ന ജോലി സ്ഥലത്തോ ഉള്ളവരായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനോ ശാരീരികമായ അകലം പാലിക്കാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെയാണ് നമ്മൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ മാനസികമായ അകലം പാലിക്കാൻ പഠിക്കേണ്ടത്. അവർ ചിലപ്പോൾ ഒരു റൂമിലുണ്ടാകാം, പക്ഷെ അവർ പറയുന്ന നെഗറ്റീവ് വാക്കുകളെ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. അവർ നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും എന്ത് വിചാരിച്ചാലും എന്തു തന്നെ ആയാലും അത് നിങ്ങളുടെ ലൈഫിനെയോ നിങ്ങളുടെ മൂഡിനെയോ ബാധിക്കാൻ അനുവദിക്കരുത്. അവരുമായുള്ള സംസാരം അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ഒതുക്കുക. ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രം കൊണ്ടുപോവുക. നിങ്ങളുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അവർക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ?
നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അവരാണ് അല്ലേ? ആ അധികാരം ജീവിതത്തിൽ ആർക്കും വിട്ടുകൊടുക്കരുത്. അവർ സംസാരിക്കട്ടെ. അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സമാധാനം കളയാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. 4, ആളുകളെക്കുറിച്ച് ആലോചിച്ച് അവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്ന് ചിന്തിച്ച് നമ്മൾ സമയം കളയാറുണ്ട്. അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ആ ചിന്തകൾ നമ്മുടെ പോസിറ്റീവ് ഊർജ്ജത്തെ മുഴുവൻ ചോർത്തിക്കളയും. അതിനു പകരം ആ ഊർജ്ജം നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്ക് ഉപയോഗിച്ചൂടെ? നിങ്ങൾക്ക് സന്തോഷം തരുന്ന പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വരുമാനം കൂട്ടാൻ നോക്കുക. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് കൊതിക്കില്ല. നിങ്ങൾ നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങിയാൽ ലോകം മുഴുവനും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലോകം ചെറുതാക്കുക. അതിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന ആളുകളെ മാത്രം നിലനിർത്തിയാൽ മതിയെന്നേ. ബാക്കിയുള്ളവരെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പോലും ഇറക്കി വിടുക. 5, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വഴി നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുക എന്നതാണ്. നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ തർക്കിച്ചല്ല നമ്മൾ ജയിക്കേണ്ടത്. പകരം നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത് കാണിച്ചു കൊടുക്കുക വേണ്ടത്. നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമ്പോൾ അന്ന് നിങ്ങളെ കളിയാക്കിയവരും അവഗണിച്ചവരും തനിയെ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി. ജീവിതം വളരെ ചെറുതാണ് സുഹൃത്തുക്കളെ. നമ്മളെ സ്നേഹിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രം നമ്മുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ ആത്മാഭിമാനവും മനസ്സിൻ്റെ സമാധാനവും ആർക്കും പണയം വെക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.